ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിടയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ പിന്നെ കിടന്നുറങ്ങിയിട്ട് അവളെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ദേ റൂമൊക്കെ ഒന്ന് അടിച്ച് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ വേഗം ഒന്ന് അടിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമും പിന്നെ ഡൈനിങ് ഹോളും കിച്ചണും കൂടി അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടോ. തുടക്കാൻ ഇപ്പോൾ പറ്റില്ല. ഫ്രണ്ടിൽ ഹോൾ അടിക്കുന്നില്ല, അവിടെ കുഞ്ഞും മോനും കിടക്കുന്നുണ്ട്. കുഞ്ഞിനെ ബെഡിൽ കിടത്താനായിട്ട് കട്ടിലേക്ക് കിടത്താനായിട്ട് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് താഴെ ബെഡ് വിരിച്ചിട്ട് ഞാനും മോനും അവിടെ കിടക്കാറാണ്, കുഞ്ഞിനെയും കൂട്ടി. അപ്പോൾ പുറത്ത് ഇരുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ലൈറ്റ് ഇട്ടത്. ഞാനൊരു പേടിത്തൊണ്ടിയാണേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇരുട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുത്തിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇതേ കുഴപ്പമില്ല, അടുത്തുള്ളവരൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആദ്യം തന്നെ ഫ്രണ്ടിലൊരു എറയൻ തിണ്ണാന്നൊക്കെ പറയില്ലേ, അതൊന്ന് അടിച്ചിടാൻ പോവാണ് കേട്ടോ. സാധാരണ ഞാൻ കഴുകിയിടാറാണ്, ഇന്ന് അടിക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലിട്ടിരുന്ന ചവിട്ടി നനഞ്ഞു പോയിട്ടോ. ഇത് ഇന്നലെ ഉണക്കാനിടാനായിട്ട് പറ്റിയില്ല, കഴുകിടാനുണ്ട്. അപ്പോൾ ഒരു തുണി വിരിച്ചു കേട്ടോ. അധികം മണ്ണൊന്നും ആവില്ല, എന്നാലും ഇരിക്കുന്ന വാഷിംഗ് മെഷീൻ ചെറുതായിട്ട് എലി കടിച്ചിട്ട് കംപ്ലൈൻ്റ് ആയിരിക്കും കേട്ടോ. അത് വീട് മാറി ഇവിടെ വന്നപ്പോൾ പണിക്കാരവിടെ തന്നെ ഇട്ടിച്ചും പോയി. പിന്നെ അത് എടുത്ത് വെക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് മുറ്റം അടിക്കുന്നുണ്ട്. മുറ്റം മണ്ണൊന്നുമില്ല കേട്ടോ, ടൈലിട്ടേക്കാണ്. ഒരു 2 ദിവസം കൂടുമ്പോൾ ഞാൻ അടിക്കാറുള്ളൂ, ചവറൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതേ മുറ്റടിച്ച് വന്നപ്പോഴേക്കും കുഞ്ഞെണീറ്റു കേട്ടോ. അപ്പോൾ ഒന്നും അവളെ വാക്കറിൽ ഇരുത്തിയേക്കുവാണ്. പിന്നെ ഈ ചുമരൊന്നും നോക്കണ്ട കേട്ടോ, കാരണം എന്താ വെച്ചാൽ റെൻറ്റിനല്ലേ. അപ്പോൾ അവരോട് വൈറ്റ് വാഷ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാശ് മുടക്കി വൈറ്റ് വാഷൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അത്ര സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവളെടുത്തു. ഇനി കുറച്ച് നേരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാലേ ഇനി ഉറങ്ങുള്ളൂ. കാപ്പി ഉണ്ടാക്കാൻ പോവാണ്, കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി മോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറകെ തന്നെ പീലിമോൾ എഴുന്നേക്കും കേട്ടോ. പീലിമോളുടെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ രണ്ടുപേരും നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ച് നേരത്തെ എഴുന്നേക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണെ, കട്ടൻ കാപ്പിയാണ് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കും കൂടി ഉണ്ടാക്കണം. ഇവിടെ രാവിലെ കിളികളുടെ നല്ല സൗണ്ടായിരിക്കും കേട്ടോ. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കിളികളൊക്കെ ഉണ്ടാവും. അവരുടെ സൗണ്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ്. ശരിക്കും ഗ്രാമപ്രദേശം അല്ലെങ്കിലും ഏകദേശം അതേപോലെയൊക്കെ തന്നെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കാക്കനാട് ആ ഭാഗത്ത് അങ്ങനെ അധികം മരങ്ങളൊന്നുമില്ല. മരങ്ങളില്ല എന്നല്ല, അവിടെ ഫ്ലാറ്റുകൾ മാത്രമേ കേട്ടോ. ഇപ്പോൾ മുമ്പൊക്കെ ഒരുപാട് മരങ്ങളും പാടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം പാടമൊക്കെ നികത്തി ഫ്ലാറ്റുകളായി. അപ്പോൾ ഒരു സ്റ്റവിൽ കാപ്പി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റവിലേക്ക് ഞാൻ കുറുക്ക് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. എന്നോട് ഉറക്കം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ.
രാവിലത്തേക്ക് അപ്പത്തിന് മാവ് അരച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ മേടിക്കാൻ പോകണം. അതിന് എന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ ആ ഒരു പണി കുറവാണ്. എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതേ സവാള പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും മോള് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ചിക്കൻ മേടിക്കാൻ ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോയി നോക്കി വാങ്ങണം. അങ്ങനെ ചിക്കൻ വാങ്ങാൻ വന്നു. രാവിലെ ആയതുകൊണ്ട് തിരക്കില്ല കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ കിട്ടി. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞ് നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറിട്ടോ. അരി വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ പനങ്ങൾക്കണ്ടം തീർന്നിരിക്കുമായിരുന്നു കുറുക്കുണ്ടാക്കാനുള്ളത്. അപ്പോൾ അതും വാങ്ങി. പിന്നെ എന്താ നാളത്തേക്ക് സാമ്പാർ കഷ്ണം വാങ്ങണം. അതും വാങ്ങിയിട്ടോ. നാളെ ഇഡ്ഡലി സാമ്പാറിനും അല്ലെങ്കിൽ ദോശ സാമ്പാറായിരിക്കും. അപ്പോൾ അതിന് ഉഴുന്നും വാങ്ങണമായിരുന്നു കേട്ടോ. അരി രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. കറി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടുവന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് വന്നിട്ട് കഴുകി അതിൻ്റെ ആദ്യം തന്നെ അതിൻ്റെ തൂവലൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ കഴുകി വാരി 2 ഐറ്റമൊക്കെ മാറ്റി കേട്ടോ. എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസ് വറക്കാനും പിന്നെ എല്ലുള്ളത് കറിയിലിടാനായിട്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രാവിലെ അപ്പത്തിനായിട്ട്. അപ്പോൾ അതിനുള്ള പീസുകളും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് വേണ്ട എല്ലാത്തിനും മസാല പുരട്ടി വെക്കുകയാണ്. അങ്ങനെ ഓരോന്നിലുള്ള പീസുകൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. വറക്കാനുള്ളതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ലപോലെ പുരട്ടി വെക്കുവാണ്. വറക്കാനുള്ള പീസിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് പുരട്ടി നല്ലപോലെ പുരട്ടിയിട്ട് മൂടി മാറ്റി വെക്കും കേട്ടോ. അത് രാത്രിയിലത്തേക്കാണ് കേട്ടോ ഇനി ഫ്രൈ ചെയ്യുള്ളൂ. അതങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് കറിക്കുള്ള പീസിലേക്ക് ഒരു പാക്കറ്റ് ചിക്കൻ മസാല പിന്നെ കുറച്ച് ഉപ്പും കൂടി പുരട്ടി വെക്കുവാണ് കേട്ടോ. ഒരു പാക്കറ്റ് മസാല എന്ന് പറഞ്ഞാൽ അതൊരു 20 ഗ്രാമുള്ളൂ കേട്ടോ. 10 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ളിട്ടു. പിന്നെ രാവിലത്തേക്ക് അപ്പത്തിന് കഴിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പാലെടുക്കണമല്ലോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് പാലെടുക്കുവാണ്. ഞാൻ പാല് പിഴിയുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, അങ്ങനെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. തേങ്ങ പുളി എടുക്കുന്നുണ്ട്.
പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാവും എളുപ്പത്തിൽ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ റെഡിയാക്കി കഴിഞ്ഞിട്ടോ. ഇനി സവാള അരിഞ്ഞെടുക്കുവാണ്. ഇത് ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഒരു 2 സവാള എടുക്കുന്നുണ്ട്. 2 സവാള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളകും എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും. ഇഷ്ടം ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ കറുവപ്പട്ട ചേർക്കുന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിലില്ല. ഞാനിതിൽ 2-3 ഗ്രാമ്പു മാത്രം ചേർക്കുന്നുള്ളൂ, കറിയാമ്പൂ മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ അരിയിലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി പാചകത്തിലേക്ക് കടക്കാം. കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഒരു 5-8 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിയാമ്പൂ. അത് ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഇട്ട് നല്ലപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഈ നോണൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കല്യാണത്തിന് ശേഷം കേട്ടോ. എൻ്റെ വീട്ടിൽ മീനൊന്നും വാങ്ങാറുണ്ടായിരുന്നില്ല. മീൻ കഴിക്കുകയില്ല, വീടിൻ്റെ അകത്ത് കയറ്റുകയില്ല എന്നിട്ടോ. ഞങ്ങൾ കൊങ്ങിണി സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ വീട്ടിൽ നോണൊന്നും അച്ഛനും അമ്മയും മീനൊന്നും കഴിക്കില്ലായിരുന്നു, ഞാനും കഴിക്കില്ല എന്നിട്ടോ. പിന്നെ എൻ്റെ ബ്രദർ, ഏറ്റവും ഇളയ ബ്രദർ, അവൻ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി, ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നോണൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെന്താ, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും കഴിക്കും കേട്ടോ. ഞങ്ങളുടെ കാസ്റ്റ് തന്നെയാണ്, എന്നാലും അവിടെ എല്ലാവരും മീനൊക്കെ കഴിക്കും. മീനും ഇറച്ചിയും എല്ലാം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കഴിക്കുന്നത് എല്ലാ മീനൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇറച്ചി, ചിക്കൻ മാത്രം കഴിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാടൊന്നും കഴിക്കുകയില്ല കേട്ടോ. മീനാണെങ്കിലും ചാള, അയല, അങ്ങനെ ചെറിയ മീനുകളൊക്കെ കഴിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് മീനൊന്നും കാണുന്നത് മീൻ ഒരുപാടൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കനും ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കറിക്ക് വേണ്ട സവാള മാത്രം പൊളിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുവാണ്. ഇഞ്ചി ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതേ കുക്കർ 2 വിസിലെടുത്തപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വിസിലടിച്ചപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് കുഞ്ഞിനെ കൊണ്ടാണ് കേട്ടോ. കുഞ്ഞിടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. അവൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത് കറി വെക്കാനായിട്ട് ഉരുളി വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി ചതച്ചത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള വഴന്ന് വന്നപ്പോഴേക്കും മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് നോൺ വെക്കാനായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. നോൺ മാത്രമല്ല, പാചകം തന്നെ ശരിക്കും അറിയില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് വീട്ടിലെ അമ്മയായിരുന്നു പാചകം. പിന്നെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും ആണെങ്കിലും അവിടെ ചേച്ചി ഉണ്ടായിരുന്നു, നാത്തൂൻ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയാണ് കേട്ടോ അടുക്കള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളായി പിന്നെ അവൾ വീട്ടിൽ നിന്ന് മാറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ കുക്കിങ്ങൊക്കെ പഠിച്ചത്. ഓരോന്നൊക്കെ ഇങ്ങനെ സ്വയം ഉണ്ടാക്കി നോക്കും. പിന്നെ അതുപോലെ ഞാനൊരു കാറ്ററിംഗ് അല്ല, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2002 ആ കാലഘട്ടത്തിൽ ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ മാഡം എന്നെ കുക്കിംഗ് സെക്ഷനിലോട്ട് മാറ്റാൻ നോക്കിയിട്ട് ഞാൻ പേടിച്ച് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഗ്യാസ്
സ്റ്റൗവൊക്കെ കാണുമ്പോൾ പേടിയായിരുന്നു. എന്നോട് കിച്ചണിൽ കയറാൻ പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറി സർവീസിൽ കയറുമായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ പണി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ സവാളയൊക്കെ വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കുക്കായി ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് ഗ്രേവി വേണം ഞങ്ങൾക്ക്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നെ ഇതേ ചിക്കൻ ഇഷ്ടു റെഡി ആയിട്ടുണ്ട്, അപ്പവുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അന്ന് ക്യാൻറ്റീനിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കാൻ കൂടുമായിരുന്നു കേട്ടോ. അതുപോലെ നോണൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് നോക്കി നിന്നിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ കൈ അങ്ങോട്ട് പോവില്ല എന്ന് മാത്രം ഞാൻ മാറി നിന്ന് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, നോക്കി നിന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ മാവ് അരക്കാൻ നേരത്തില്ലേ ചോറ്, നമ്മുടെ കുത്തരി ചോറ് ഇത്തിരി ചേർത്ത് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പത്തിൻ്റെ കളർ ഇത്തിരി ഒരു റെഡിഷ് എന്ന് വെച്ചാൽ ഒരു റോസ് കളറ്, വെള്ളയില്ല, അതിലൊരു ചെറിയൊരു ചുവപ്പ് കളർ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി അപ്പുറത്തെ സ്റ്റൗവിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്ന പറഞ്ഞില്ലേ, വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് മസാലപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. 20 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് മസാലപ്പൊടി ചിക്കൻ മസാല വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചിക്കനിൽ പുരട്ടി വെച്ചത്. അപ്പോൾ ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫ്രൈ വൈകുന്നേരം ഫ്രൈ ചെയ്യുകയുള്ളൂ രാത്രിയിലേക്ക് കഴിക്കാനായിട്ട്. പിന്നെ അതേ അപ്പം റെഡി ആയിട്ടുണ്ട്, ഇഷ്ടവുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അടുക്കള വിശേഷം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്നും പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.